കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളും സൗരോർജ്ജം, കാറ്റ്, ജലം തുടങ്ങിയ പുനരുപയോഗ സ്രോതസ്സുകളും ഉൾക്കൊള്ളുന്ന ഊർജ്ജത്തിന്റെ ഉൽപ്പാദനം, വിതരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളെ എനർജി സ്റ്റോക്കുകൾ പ്രതിനിധീകരിക്കുന്നു. ഊർജ്ജ മേഖല ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം അത് വ്യവസായങ്ങൾ, വീടുകൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെ ശക്തിപ്പെടുത്തുന്നു. എനർജി സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ വ്യവസായങ്ങളിലേക്ക് നിക്ഷേപകർക്ക് എക്സ്പോഷർ നൽകുന്നു. പരമ്പരാഗത ഊർജ്ജത്തിൽ സ്ഥിരമായ ഡിവിഡൻഡ് നൽകുന്ന ഓപ്ഷനുകളും പുനരുപയോഗ ഊർജ്ജത്തിൽ ഉയർന്ന വളർച്ചാ അവസരങ്ങളും. എന്നിരുന്നാലും എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, റെഗുലേറ്ററി മാറ്റങ്ങൾ, ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം എന്നിവ കാരണം ഊർജ്ജ സ്റ്റോക്കുകളും അസ്ഥിരമായിരിക്കും. കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശുദ്ധമായ ഊർജ്ജ ബദലുകളിലേക്ക് രാജ്യങ്ങൾ നീങ്ങുമ്പോൾ, പ്രത്യേകിച്ചും പുനരുപയോഗ ഊർജ്ജം ദീർഘകാല വളർച്ചയ്ക്ക് സജ്ജമാണ്. പ്രധാന ഊർജ്ജ സ്റ്റോക്കുകൾ നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യ ഗവൺമെന്റിന്റെ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര എണ്ണവാത കമ്പനിയാണ്. മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ്. 2022 ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനുകളുടെ ഫോർച്യൂൺ ഗ്ലോബൽ 500 പട്ടികയിൽ ഇന്ത്യൻ ഓയിൽ 94 സ്ഥാനത്താണ്. ശേഷിയിലും വരുമാനത്തിലും രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ ഉൽപ്പാദകരാണ് IOC. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ശുദ്ധീകരണം, പൈപ്പ് ലൈൻ ഗതാഗതം, വിപണനം, ഗവേഷണ വികസനം, പര്യവേക്ഷണം, ഉൽപ്പാദനം, പ്രകൃതിവാതകത്തിന്റെയും പെട്രോകെമിക്കലുകളുടെയും വിപണനം തുടങ്ങി മുഴുവൻ ഹൈഡ്രോ കാർബൺ മൂല്യ ശൃംഖലയിലും ഇതിന് ബിസിനസ് താൽപ്പര്യങ്ങളുണ്ട്. കമ്പനിയുടെ വിൽപ്പന കഴിഞ്ഞ 3 വർഷമായി 44% എന്ന സംയുക്ത വാർഷിക വളർച്ചാ നിരക്കിൽ വളർന്നു. അതേസമയം അതിന്റെ ലാഭം 25% CAGR വളർന്നു. 2023-24 കമ്പനി എക്കാലത്തെയും ഉയർന്ന ശേഷി വിനിയോഗമായ 104% പ്രവർത്തിച്ചു. 2018-19 ഏറ്റവും മികച്ച 103% കവിഞ്ഞു. 2023-24 പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം മുൻ സാമ്പത്തിക വർഷത്തിലെ 9 ട്രില്യണിൽ നിന്ന് 8 ട്രില്യൺ ആയിരുന്നു. രാജ്യാന്തര വിപണിയിൽ ഉൽപ്പന്ന വിലയിലുണ്ടായ ഇടിവാണ് വരുമാനം കുറയുന്നതിന് പ്രാഥമികമായി കാരണം. പ്രഡിക്ഷൻ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യ ഗവൺമെന്റിന്റെ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിലായി റിഫൈനറികൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡൗൺസ്ട്രീം എണ്ണ ഉൽപ്പാദകരാണ് BPCL. അതിന്റെ പ്രവർത്തനങ്ങൾ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ്. BPCL 2020 ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഫോർച്യൂൺ പട്ടികയിൽ 309 സ്ഥാനവും 2023 ഫോർബ്സിന്റെ ഗ്ലോബൽ 2000 പട്ടികയിൽ 1052 സ്ഥാനവും നേടി. പൊതുമേഖലാ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്നതിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിലും ഏർപ്പെട്ടിരിക്കുകയാണ്. കമ്പനിയുടെ വിൽപ്പന കഴിഞ്ഞ 3 വർഷമായി 35% CAGR വളർന്നു. 2024 പ്രവർത്തനങ്ങളിൽ നിന്ന് 506 ടൺ രൂപ മൊത്ത വരുമാനം നേടി. 2023 ഇത് 533 ടൺ രൂപയായിരുന്നു. റിഫൈനിംഗ് മാർജിൻ കുറയുന്നതിന്റെ ഇരട്ട ആഘാതവും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പെട്രോൾ, ഡീസൽ വില കുറച്ചതുമാണ് ഇതിന് പ്രധാന കാരണം. 2022-23 2 ടണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷത്തെ നികുതിക്ക് മുമ്പുള്ള ലാഭം 35 ടൺ ആയിരുന്നു. ചില പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന മാർജിൻ കാരണം നടപ്പുവർഷത്തെ ലാഭം മുൻവർഷത്തേക്കാൾ കൂടുതലായിരുന്നു. പ്രഡിക്ഷൻ. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല പ്രകൃതി വാതക ഉൽപ്പാദന വിതരണ കമ്പനിയാണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഡൽഹിയിലാണ് ഗെയിലിന്റെ ആസ്ഥാനം. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലാണ്. പ്രകൃതിവാതകം, ലിക്വിഡ് ഹൈഡ്രോ കാർബൺ, ദ്രവീകൃത് പെട്രോളിയം ഗ്യാസ് ട്രാൻസ്മിഷൻ, പെട്രോകെമിക്കൽ, സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, പര്യവേക്ഷണം, ഉൽപ്പാദനം, കെയിൽറ്റേൽ, വൈദ്യുതോൽപാദനം എന്നീ മേഖലകളിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചുവരുന്നു. കമ്പനിയുടെ വിൽപ്പന കഴിഞ്ഞ 3 വർഷമായി 32% CAGR വളർന്നു.
രാജ്യത്തെ ശക്തമായ ഗ്യാസ് ഡിമാൻഡ് ഗെയിൽ ഇതിനകം തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നഗരവാതക വിതരണ കമ്പനികളുടെ മെച്ചപ്പെട്ട ഭൂമിശാസ്ത്രപരമായ വ്യാപനം ഗെയിലിന്റെ മൊത്തത്തിലുള്ള പൈപ്പ്ലൈൻ വോള്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ 130 ട്രില്യൺ രൂപയാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം. നികുതിക്ക് മുമ്പുള്ള ലാഭം 76% വർദ്ധിച്ച് 11 ടൺ. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 67% വർധനയോടെ അറ്റാദായം 9 ടൺ രൂപയായി. ഗ്യാസ് മാർക്കറ്റിംഗിലെ മെച്ചപ്പെട്ട ട്രേഡിംഗ് മാർജിനുകളും റെഗുലേറ്ററി അതോറിറ്റിയുടെ ട്രാൻസ്മിഷൻ താരിഫ് പരിഷ്കരിച്ചതുമാണ് ലാഭത്തിലെ ഈ വർധനവിന് പ്രധാന കാരണം. ശക്തമായ വളർച്ചയ്ക്കായി പെട്രോകെമിക്കൽ പോർട്ട്ഫോളിയോ വൈവിധ്യവത്കരിക്കുന്നതിനായി ഗെയിൽ അതിന്റെ ഉൽപ്പന്നങ്ങളുടെ ശ്രേണി വിപുലീകരിക്കുന്നു. പെട്രോകെമിക്കൽ വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരനെന്ന നിലയിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ നോക്കുന്നതിനാൽ ഒരു ലോകാടിസ്ഥാനത്തിലുള്ള ഈഥെയിൻ ക്രാക്കർ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ ഇത് പര്യവേക്ഷണം ചെയ്യുകയാണ്. Prediction. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ്. ആസാമിലെ ദുലിയാജൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ദുലിയാജൻ, നോയിഡ, ഗുവാഹത്തി, ജോധ്പൂർ എന്നിവിടങ്ങളിൽ ഓഫീസുകളുണ്ട്. സമ്പൂർണ്ണ സംയോജിത അപ്സ്ട്രീം പെട്രോളിയം കമ്പനി എന്ന നിലയിലേക്ക്. വിദേശത്ത് 9 ലൊക്കേഷനുകൾ. അടുത്തിടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് നുമാലിഗഡ് റിഫൈനറി ലിമിറ്റഡിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കി. അങ്ങനെ നുമാലിഗഡ് റിഫൈനറി ലിമിറ്റഡിനെ ഓയിലിന്റെ അനുബന്ധ സ്ഥാപനമാക്കി മാറ്റി. കമ്പനിയുടെ വിൽപ്പന കഴിഞ്ഞ 3 വർഷമായി 31% CAGR വളർന്നു. മുൻവർഷത്തെ 24 ടണ്ണിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി മൊത്തം വരുമാനം 24 ടൺ നേടി. 2024 കമ്പനിയുടെ അറ്റാദായം 25% ആയിരുന്നു. മുൻ വർഷത്തെ 68 ട്രില്യൺ രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 5 ടൺ അറ്റാദായം രേഖപ്പെടുത്തി. ഓയിൽ ഇന്ത്യ 24 സാമ്പത്തിക വർഷത്തിൽ എക്കാലത്തെയും ഉയർന്ന EBITDA 11 ടൺ നേടി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4% വർധനവ്. Prediction. Conclusion. IOC, ഓയിൽ ഇന്ത്യ, ഗെയിൽ ഇന്ത്യ, BPCL തുടങ്ങിയ എനർജി സ്റ്റോക്കുകൾ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലെ നിർണായക സ്റ്റോക്കുകളെ പ്രതിനിധീകരിക്കുന്നു. ഓരോന്നിനും അതിന്റേതായ ശക്തിയുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ശുദ്ധീകരണത്തിലും വിതരണത്തിലും മുന്നിലാണ്. അതിന്റെ വിപുലമായ ശൃംഖലയിലൂടെ ശക്തമായ വരുമാന മാർഗങ്ങൾ ഉറപ്പാക്കുന്നു. പര്യവേക്ഷണത്തിലും ഉൽപ്പാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഓയിൽ ഇന്ത്യ ക്രൂഡ് വിലയിലെ ചാഞ്ചാട്ടത്തിൽ നിന്ന് പ്രയോജനം നേടുന്നു. പക്ഷേ വൈവിധ്യവൽക്കരണത്തിൽ വെല്ലുവിളികൾ നേരിടുന്നു. ഇന്ത്യയുടെ ക്ലീൻ എനർജി ഷിഫ്റ്റിൽ പ്രകൃതിവാതകത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യം കാരണം ഗ്യാസ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലീഡറായ ഗെയിൽ ഇന്ത്യ ശക്തമായ സാധ്യതകൾ കാണിക്കുന്നു. ഭാരത് പെട്രോളിയം അതിന്റെ ശുദ്ധീകരണവും വിപണൻ മികവും ഉള്ളതിനാൽ ദീർഘകാല വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ആസൂത്രിതമായ സ്വകാര്യവൽക്കരണത്തിന് ശേഷം, ഈ ഓഹരികൾ സ്ഥിരമായ ലാഭവിഹിതവും ശക്തമായ വിപണി സാന്നിധ്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അവയുടെ വളർച്ച ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും ആഗോള ഊർജ്ജ പരിവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Thank you.